ടി ബഷീർ, ഇവിടെ ഇന്നലെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അമ്മയുടെ പ്രതികരണം വൈകിയെന്ന് ആദ്യം ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. പിന്നീട് സിദ്ദിഖ് പ്രതികരിച്ചപ്പോൾ അതിന് രംഗത്ത് വന്ന നടനാണ് ജഗദീഷ് എന്ന് നമുക്കറിയാം. ഈ ജഗദീഷാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ഇന്നലെ പുറത്തു വന്നത് ന്യൂസ് 18-ലൂടെയാണ് സംവിധായകൻ ജോസ് തോമസ് വെളിപ്പെടുത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്ക ജനറൽ സെക്രട്ടറി മമ്മൂട്ടി മോഹൻലാലുമായി സംസാരിച്ചു, വാർത്താ സമ്മേളനം നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ ജഗദീഷ് പറയുകയാണ് പ്രതികരിക്കേണ്ട എന്ന്. അത് ആ സംഘടനയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി, മറ്റു സംഘടനകളിലെയും കുഴപ്പത്തിലാക്കിയെന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഘടനകൾക്കിടയിൽ? ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പരസ്പര ധാരണയില്ലായ്മയുടെ പ്രശ്നം അവിടെ ഉണ്ടോ? രഞ്ജിത്തെ, ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ നേരത്തെ മോഹൻലാലിനെ രാജിവെച്ച് ഒരു വാക്കിൽ കൂടെ പറഞ്ഞു, ഈ അമ്മയിൽ നിന്ന് മോഹൻലാലും പാർട്ടി രാജിവെക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. അവര് ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ ആദ്യത്തെ പത്രസമ്മേളനം സിദ്ദിഖ് നടത്തി. അതിന് പകരമായിട്ട് പൃഥ്വിരാജ് ഒരു പ്രതിഷേധ മാതിരി ഒരു പ്രഖ്യാപനം നടത്തി. അമ്മ ചെയ്ത് ശരിയല്ല, അത് ന്യായീകരിക്കരുത്. പിന്നെ രണ്ടാമത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ജഗദീഷ് വീണ്ടും ഒരു അതേ സെയിം സമയത്ത് തന്നെ പത്രസമ്മേളനം നടത്തി. അപ്പം കൂടെ നിൽക്കുന്ന കൂട്ടറിലും ഈ സംഘടനയിൽ നിൽക്കുന്ന എക്സിക്യൂട്ടീവ് പ്രസിഡന്റുമാരും എതിരായിട്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മോഹൻലാലിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അവിടെ രാജിവെക്കുക ചെയ്യും. കാരണം കൂടെ ഒന്നിച്ച് അത് നിൽക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും കൂടെയുള്ള എല്ലാ ആൾക്കാരും ഒരു പ്രശ്നം വരുന്ന സമയത്ത് കൂടെയുള്ള കൂട്ട് ജനബോഡി വിളിക്കുന്ന കൂടെയുള്ള കൂട്ട് വിജയിച്ച് പോകുന്ന സമയത്ത് അവിടെ പ്രസിഡന്റ് നിലക്ക് മോഹൻലാൽ രാജിവെക്കുന്ന ചെയ്തത്. മോഹൻലാലിന്റെ സ്വഭാവം വെച്ചിട്ട് മോഹൻലാലിന് പ്രത്യേകിച്ച് മോഹൻലാലിനെ ഈ പ്രാവശ്യം നിർബന്ധിച്ചിട്ട് അമ്മയുടെ ജനബോഡി അടക്കം നിർബന്ധം കൊണ്ട് മാത്രം അദ്ദേഹം പ്രസിഡന്റ് ആയതാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം തന്നെ മാനസികമായിട്ട് മറുത്തുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാം ഉറപ്പിച്ചു വെക്കണമെന്ന് അവിടെ എല്ലാവരും കൂടി നിർബന്ധിച്ചുകൊണ്ട് പ്രസിഡന്റായി. ആ ഇടയ്ക്കാണ് ഇങ്ങനത്തെ ഗുരുതരമായ ആരോപണം വരുന്നു, ഹേമ കമ്മീഷന്റെ പ്രശ്നങ്ങൾ വന്ന് അമ്മയെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായം വന്ന് അപ്പം അവിടെ രാജിവെക്കാന്നുള്ള തീരുമാനം അദ്ദേഹം സ്വയമായിട്ട് എടുത്തു തന്നെയാണ്. വേറെ മമ്മൂട്ടിയുടെ അഭിപ്രായം മമ്മൂട്ടിയെ സമ്മതം കൊടുത്ത്. നേരത്തെ നിങ്ങൾ പറഞ്ഞ ജഗദീഷിന്റെ എന്നോട് സംസാരിച്ചത് അന്ന് ഈ പ്രോഗ്രാം നടക്കുന്ന റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ പത്രക്കാർ പോയത്. പെട്ടെന്ന് പ്രതികരണം ചോദിച്ച സമയത്ത് ആദ്യം ജഗദീഷ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിന് സപ്പോർട്ട് ചെയ്തിട്ട് മമ്മൂക്കയും വേണ്ടെന്ന് പറഞ്ഞു. അതിന് മോഹൻലാൽ നിശബ്ദമായിട്ട് നിന്നു. അപ്പം ജഗദീഷിന്റെ ഒറ്റക്കുള്ള തീരുമാനം ഇല്ലാന്നുള്ളത് ജഗദീഷിന് വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചതാണ്. അത് മോഹൻലാലിന്റെ കാരണം ജഗദീഷിന്റെ ഒരാളെ മാത്രം അഭിപ്രായം എടുത്ത് അമ്മന്റെ സംഘടന തീരുമാനം എടുക്കില്ല. അത് മമ്മൂക്കാന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കാൻ വേണ്ടിട്ട് മോഹൻലാലോ അല്ലെങ്കിൽ സിദ്ദിഖോ അതിന്റെ തലപ്പതായിട്ട് ഇപ്പം അമ്മയുടെ കാരണവർ മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്ക വാക്ക് പറഞ്ഞാൽ വാക്ക് തന്നെയാണ്. അതിനെ ആരും എതിർക്കില്ല. ഒറ്റ കുട്ടി അമ്മയിൽ ഒരു മെമ്പർ എതിർക്കാൻ പോകുന്നില്ല. അപ്പൊ ആ കാര്യത്തിൽ ജഗദീഷിനെ മാത്രം കുറ്റപ്പെടുത്തിയ കാര്യമില്ല. അത് ആ രാജിവെച്ചത് തീർച്ചയായിട്ടും എന്റെ കാഴ്ചപ്പാടിലും ശരിയായ തീരുമാനം തന്നെയാണ്. അതിൽ അവർക്ക് വേറെ വഴിയില്ല അവിടെ രാജിവെക്കല്ലാതെ. ഇനി രാജിവെച്ചിട്ടില്ലെങ്കിൽ പിന്നെയും പലതും കേൾക്കേണ്ടി വരും. ഇപ്പൊ രാജിവെച്ചതിന് ശേഷം അന്നേരം രാജിവെച്ച് കൊണ്ട് ജനസംഖ്യ സിദ്ദിഖിന്റെ പേരിൽ ആരോപണം വന്ന്, മുകേഷിന്റെ പേരിൽ ആരോപണം വന്ന്, അതെല്ലാം ഈ സംഘടന ഇല്ലാ സമയത്താണെന്നുള്ള ആരോപണങ്ങൾ വന്ന് അവരെ കേസ് ചാർജ് ചെയ്ത്. അപ്പം ഇതൊന്നും അമ്മയിലൊരു പ്രശ്നം ഒതുക്കുന്നില്ല. മലയാള സിനിമയിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇതെല്ലാം താൽക്കാലികമായിട്ട് പത്രങ്ങളും മാധ്യമങ്ങളിലും ചർച്ച ചെയ്യാൻ തന്നെയുണ്ട്. വേറൊരു ഇഷ്യൂ ഈ ഒരു കാരണം കൊണ്ട് ഇഷ്യൂ വരാൻ പോകുന്നില്ല. ഇപ്പൊ ഹേമ കമ്മീഷൻ ബാക്കി എല്ലാവരും ഈ 56 തന്നെ മൊഴി കൊടുത്തെന്ന് പറഞ്ഞ് ഈ 56 വിളിച്ചു കഴിഞ്ഞാൽ രാവിലെ പറഞ്ഞൊന്നും ആരും മാറാൻ പോകുന്നില്ല. അത് ആ കൊടുത്ത മൊഴിയിൽ ഒരു മാറ്റം ഈ നാട്ടുകാരെല്ലാം മൊഴി കൊടുത്തിട്ടുള്ളത്. ഈ എതിർ ഗ്രൂപ്പുകാരും മാറ്റി പറയുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാനടക്കം പോയിട്ട് 4 ദിവസം മൊഴി കൊടുത്ത വ്യക്തികളാണ്. അങ്ങനെ എല്ലാ ആൾക്കാരും മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്നും ആരും മാറ്റി പറയേണ്ട വിഷയമില്ല. അപ്പൊ അമ്മേനെ സംബന്ധിച്ചിട്ട് അമ്മയുടെ സംഘടന ഒരു സംഘടനക്കും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മലയാള ഇൻഡസ്ട്രിക്കും ബാധകമാവില്ല. ശരി, അതായത് ഈ
സംഘടനകൾ തമ്മിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ് ബി ഉണ്ണികൃഷ്ണൻ ശക്തമായ ഭാഷയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് രംഗത്ത് വരുന്നു. അവിടെ പറഞ്ഞു വെക്കുന്നത് എല്ലാ സംഘടനകളുടെയും അഭിപ്രായം കേട്ടില്ല, ചില സംഘടനകളെ മാത്രം സെലക്റ്റീവായി വിളിച്ച് അഭിപ്രായങ്ങൾ കേട്ടു, WCCയെ മാത്രം തെരഞ്ഞെടുക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായി, തങ്ങൾക്കും പല കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു, അത് കേൾക്കുന്നില്ല. അങ്ങനെ ഈ റിപ്പോർട്ട് പുറത്തു വന്ന് ഇത്രയും നാൾ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരണമെന്ന് ആവശ്യം ഉന്നയിച്ചു. പുറത്തു വന്നു കഴിയുമ്പോൾ അതിനെ ആ തരത്തിൽ കുറ്റപ്പെടുത്തുകയും വ്യാഖ്യാനിക്കുകയും മറ്റും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. ഞാൻ അവിടെയാണ് ചോദിച്ചത്, എൻ്റെ പോയിന്റ് അതാണ്. അതായത് ഈ സംഘടനകൾ ഒരുമിച്ച് നിന്ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത്തരക്കാരെ മാറ്റി നിർത്താനും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സിനിമാ മേഖലയെ നേരത്തെ രാഹുൽ ഈശ്വരൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് പേർ ജോലി ചെയ്യുന്ന മേഖലയാണ്, അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനും ഒക്കെയുള്ള കൂട്ടായ ശ്രമമല്ലേ ഉണ്ടാകേണ്ടത്. അതിൽ താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. രഞ്ജിത്ത്, ഒരു കാര്യം മനസ്സിലാക്കിക്കോ. കാരണം ഞാൻ കേട്ടിടത്തോളം ഞാൻ മൊഴി കൊടുക്കാൻ പോകുന്ന സമയത്ത് വെയിറ്റിംഗ് ഇതാണ് ഉണ്ണികൃഷ്ണനായത്. കാരണം എന്റെ മൊഴി എടുത്തതിന് ശേഷം അതുവരെ പുറത്ത് കാത്തിരിക്കരുത്. അങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം ഉണ്ണികൃഷ്ണൻ പോയിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് എന്റെ സംഘടനയിൽ 350 ആ സമയത്ത് 350-400 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ പ്രസിഡന്റായ എന്നെ മാത്രമേ വിളിച്ചിട്ടുണ്ട്. കാരണം ഓരോ സംഘടനയിൽ നിന്നും ഒരാളല്ലാണ്ട് ഇപ്പൊ എന്റെ സംഘടനയുടെ 400 ആൾക്കാർ പോയിട്ട് മൊഴി കൊടുക്കാൻ പറ്റില്ല. 400 മൊഴി കൊടുത്തെങ്കിൽ ഇപ്പം 4000 പേരെന്താ ഒരു 40,000 പേര് മൊഴി എടുക്കേണ്ടി വരും. അത് എല്ലാ സംഘടനയിലും അവർ വിളിച്ചിട്ടുണ്ട്. എല്ലാ സംഘടനയിലും അമ്മ, സർക്കാർ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, അങ്ങനെ എല്ലാ ആൾക്കാരെയും നിരന്തരം വിളിച്ചെന്ന് ആദ്യം പത്രത്തിൽ അവർ പരസ്യം ചെയ്ത്, പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ വിളിച്ച്, പിന്നെ അവർ വരാത്തത് നേരിട്ടിട്ട് അവരെന്നെ അവിടുത്തെ സ്റ്റാഫിന്റെ ലേഡി സ്റ്റാഫാണ് നിരന്തരം വിളിച്ചിട്ടാണ് ഇത്രയും ആൾക്കാർ പോയത്. അവർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു ജസ്റ്റിസ് എന്ന് വിളിക്കുന്ന പിന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട നടിയാണ് സാധാരണ. അവരിക്കുന്ന ഒരു കമ്മിറ്റി വിളിക്കുന്ന സമയത്ത് പോകാൻ പോകുന്നില്ല. അത് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണന്റെ 21 സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ഉണ്ട്. അവരാരും പോയിട്ടാ മതി. അവർ വിളിക്കാത്ത വിട്ടാൽ അവർ പോയിട്ടാ മതി. പ്രത്യക്ഷത്തിൽ സർക്കാർ ആർക്കും ഞാനായാലും നിങ്ങളായാലും സർക്കാർ പ്രസിഡന്റ് സെക്രട്ടറി, അതിനപ്പുറം അതിൽ 21 പ്രസിഡന്റ് ആരാണ് അതിന്റെ സെക്രട്ടറിമാരെന്ന് ഞാൻ ഈ ഫീൽഡിൽ എനിക്കെന്നറിയില്ല. ശരി 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 തിരിച്ചു വരാം. ശ്രീമതി മിനു മുനി